പക്ഷേ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാർ ഫോർവേഡ് ചെയ്ത കേസായി. തോമസിന് ആ കേസ് എടുക്കേണ്ടി വന്നു. എന്തൊക്കെ സെക്ഷനാ അതൊക്കെട്ടോ അവൻ ഈ കേസിൽ പോയത് പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് കേസ് ഇന്നും സമാനപ്പെടും. നമുക്ക് അച്ചാറുണ്ടാക്കാവേ. അപ്പോൾ ചട്ടി ഞാൻ ചൂടായി വരും കേട്ടോ. മൺചട്ടി എടുക്കാൻ പറ്റും. മൺചട്ടി ചൂടായി വരും. അച്ചാറുണ്ടാക്കും. അച്ചാർ മൺചട്ടിക്കകത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മൺചട്ടിക്കകത്ത് ഉണ്ടാക്കിയിട്ട് അച്ചാറിന് സ്വാദം. 1/2 കിലോ നെല്ലിക്ക. നല്ലെണ്ണയൊക്കെയാണ് വേണ്ടതെന്ന് അവർ പറയണം. നല്ലെണ്ണയൊന്നും ഇല്ല. ഒരു വെളിച്ചെണ്ണയോ ചൂടാൻ ഇത്ര താമസം. അപ്പോ വെളിച്ചെണ്ണ എവിടെ? വെളിച്ചെണ്ണ റെഡി. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായി കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കാം. വെളിച്ചെണ്ണ ആക്കിയിട്ട് എണ്ണ ഇത്രയും വെളിച്ചെണ്ണ. ഇനി അതൊന്ന് ചൂടാകുമ്പോൾ ചൂടായി വരുന്നുള്ളൂ. മൺചട്ടി ആയതുകൊണ്ട് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് കടുക് ചൂടാക്കട്ടോ. കടുകൻ്റെ ഇട്ടു. കടുക് പൊട്ടി വരുമ്പോഴത്തേനും വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് 3 വറ്റൽമുളക് ഇട്ടു കേട്ടോ. തീ കുറച്ചിട്ടു. ഇനിയിപ്പോൾ ചൂട് കുറച്ച് വെച്ചു. വറ്റൽമുളക് 3 ഇട്ട്. ഈ വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഇട്ട. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. വെളുത്തുള്ളിയുടെ കളറ് മാറും. മൺചട്ടി ആയതുകൊണ്ട് കൂടുതൽ എണ്ണ വേണം. മൺചട്ടി ഉണ്ടാക്കിയില്ലേ കൊള്ളു. ഈ കൂട്ടിയിടാം. ഒരു 4 പച്ചമുളക്. 4 കറിവേപ്പില കൂടെ ഇടാം. ഒരു 2 തണ്ട് കറിവേപ്പില. ഇനി തീ കുറച്ചിട്ട് അത് എല്ലായിടവും ഒന്ന് മൂത്ത് വരണം. തീ കുറച്ചിട്ട് ഇടയ്ക്കിടയ്ക്കാണ് ചൂടാണ്. നന്നായിട്ട് ചുവന്ന് വരണം. തീ കുറച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ പറ്റിപ്പോകും. നന്നായിട്ട് ചുമക്കും. പച്ചമുളക് പൊട്ടിയ ഒച്ചയാണ്.
പച്ചമുളക് കീറി ഇടണ്ടായിരുന്നു, അതാ പൊട്ടുന്നത്. വെളുത്തുള്ളിയൊക്കെ പയ്യെ ചുമന്ന് വരുന്നു. വെളുത്തുള്ളി പയ്യെ ചുമന്ന് വരുന്നുണ്ട്. മോളെ മോളെ കായം ഒരു പൊടി എടുത്തരോ. കായം 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 ഇതിന്റെ മുകളിൽ എവിടെയുണ്ട് കായം? ഒരു വെളുത്ത ടിന്നാണ് കായം, കണ്ടിട്ടില്ലേ? കായം സാമ്പാറിലേക്ക് ഇടുന്ന കായമില്ലേ? കായമില്ലേ ഒരു വെള്ള ഈ എഴുത്തൊക്കെ ഉള്ള? കായം കായം ഓഫ് ചെയ്യാം. ഇതാ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വേണം പൊടികളെല്ലാം ചേർക്കാൻ. ഫ്ലെയിം ഓഫ് ചെയ്തു, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പൊടിയൊക്കെ. കായം എടുത്തേ, കായം. അല്ല ഇത് ഇളക്കിക്കാൻ 2 മിനിറ്റ് ഞാൻ നോക്കാം. ഒന്ന് പയ്യെ ഇളക്കിയാൽ മതി. കായം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്നതല്ലേ കായം. ഇതല്ലേ ഇരിക്കണേ, ഇതല്ലേ കായം, LS കായം. ഇതെങ്ങനെ എടുക്കണേ? കരിഞ്ഞോ ഇല്ല? അപ്പൊ ഇനി നമുക്ക് അടുത്തത് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ടീസ്പൂണൊക്കെ എവിടെ? മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടു. ഇനി 2 ടേബിൾ സ്പൂൺ ആണോ, വലിയ സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടി. ഞാൻ ഈ സ്പൂൺ 2 സ്പൂൺ വേണം. 1 2
ഇനി ഉലുവ പൊടിച്ചത് 1/2 ടീസ്പൂൺ ഉലുവ. ഇനി കായം ഒരു 1/2 ടീസ്പൂൺ. കായമൊക്കെ കറിഞ്ഞിരിക്കണം. ഇനി ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ടു. ഇനി നമ്മൾ നെല്ലിക്ക വേവിച്ച വെള്ളമുണ്ട്. നെല്ലിക്ക വെള്ളം, തിളപ്പിച്ച വെള്ളം, അതൊരു തവി ആവശ്യത്തിന് വെച്ചാൽ മതി. ഇവിടെ ചാറ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ചാറ് കൂടുതൽ വെള്ളം ഒഴിക്കാൻ മതി കേട്ടോ. ഇച്ചിരി വെള്ളം ചേർക്കാം, ഉള്ള വെള്ളം ചേർത്തേക്കാം. ഇത്ര വെള്ളവും. ഇനി ഇത് തിളപ്പിക്കണേ. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തായിരുന്നു. ഓക്കെ, നമ്മൾ വീണ്ടും കത്തിച്ചു. ഇനി തിളച്ചു വരണേ. നന്നായിട്ടും തിളക്കണം. തീ കൂട്ടിയാണോ അല്ലെ തിളക്കിയാണോ? തിളച്ചു തുടങ്ങി. തിളച്ച് വന്നു തുടങ്ങി കേട്ടോ. തിളച്ചു. ഇനി നമുക്ക് ഇതിലേക്കൊരു 1.5 സ്പൂൺ വിനാഗിരി ഒഴിക്കും. 1 ഇനി നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ഇടണേ. പഞ്ചസാര 1 സ്പൂൺ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച നെല്ലിക്ക പയ്യെ ചേർത്തു. ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ, അല്ലെങ്കിൽ ചൂട് ആകാൻ പറ്റില്ല. ഇനി ഓഫ് ചെയ്യണം. നന്നായിട്ട് കൊച്ചേ വന്നേ നോക്കിക്കേ. നമ്മുടെ അടിപൊളിയാണ് നോക്കിയത് നെല്ലിക്കാച്ചാർ. 15 മിനിറ്റ് കൊണ്ടായി. ചാറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ചാറൊന്ന കൈതാ ചൂടില്ല കേട്ടോ. നക്കി നോക്കി. ഒരു കഷ്ണം പറ, എങ്ങനെയുണ്ട്? വെരി ഗുഡ്, വെരി ഗുഡ്. ചൂടുണ്ടോ? തിന്ന്. എങ്ങനെയുണ്ട്? ഗുഡ് ഗുഡ്. സൂപ്പറാണോ? അടിപൊളി. അങ്ങനെ നമ്മുടെ നെല്ലിക്കാച്ചാർ പാകമായി.